സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം ദിലീപിന്റെ പുതിയ സിനിമയായിട്ടുള്ള ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബബ്ബബ്ബ വെച്ച് പോകുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ സിനിമയുടെ പേര് അങ്ങനെയാണല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭയം ഭക്തി ബഹുമാനം എന്നാണല്ലോ ആ സിനിമയുടെ ഒരു പേരിന്റെ ആ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിനിമ ഇന്ന് തിയേറ്ററുകളെല്ലാം പൂരപ്പറമ്പാക്കിക്കൊണ്ട് മാഡ്നസ് ബബ്ബബ്ബ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സിനിമ അടിപൊളിയായിട്ട് തകർത്ത് വാരിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപ് അല്ലെ ദിലീപിനെ കുറ്റക്കാരനാക്കി ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന ഒരു കാര്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അതിനുശേഷം ഏകദേശം ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സിനിമ റിലീസ് വന്നിരിക്കുന്നത്. ആ സിനിമ റിലീസ് വരുന്നതിന് മുൻപ് തന്നെ അല്ലെ ആ ഒരു കേസിന് പിന്നാലെ ഒരുപാട് ആളുകളാണ് ദിലീപിന്റെ സിനിമകൾ ഇനി മുതൽ ഞങ്ങൾ കാണില്ല, പേട്ടന്റെ സിനിമകൾ. എന്താണ് ഈ പേട്ടൻ? ദിലീപ് പേട്ടൻ എന്നുള്ളതിന്റെ ദിലീ കളഞ്ഞിട്ട് പേട്ടൻ എന്നാക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആ പേട്ടന്റെ സിനിമകൾ ചേച്ചിയുടെ സിനിമകൾ ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി അടങ്ങുന്ന കുറെ ഫെമിനാസികൾ രംഗത്തേക്ക് വന്നു. ദിലീപിന്റെ സിനിമകൾ ഇനി പ്രചരിപ്പിക്കാൻ പാടില്ല, ദിലീപിന്റെ സിനിമകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമാ ലോകമേ ബഹിഷ്കരിക്കുമെന്നുള്ള രീതിയിലാണ് പലരും പ്രതികരിച്ചത്. അപ്പോൾ ഈ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ദിലീപിന്റെ സിനിമകൾ അല്ലെ ദിലീപിനൊപ്പം അഭിനയിച്ച മോഹൻലാലിന് എന്ത് വാല്യൂ ആണ് അല്ലെ എന്ത് ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ് ഉള്ളതെന്നാണ്. അതായത് മോഹൻലാൽ ഈ പറയുന്ന അതിജീവിതയ്ക്കൊപ്പമാണെന്ന് നേരത്തെ പറഞ്ഞിട്ട് ദിലീപിനെ പോലെയുള്ള ഒരു കുറ്റവാളിയോടൊപ്പം അഭിനയിച്ചു എന്നുള്ള രീതിയിലാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. അതിനെ ശരി വെച്ചുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മിയെ അംഗീകരിക്കുന്ന അല്ലെ ഭാഗ്യലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദിലീപ് കോടതിയുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ നിരപരാധിയാക്കി വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ദിലീപ് കുറ്റവാളിയല്ല. അപ്പോൾ അങ്ങനെ ആയിട്ട് പോലും കോടതി പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജീവിതയുടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ രംഗത്തേക്ക് വന്നത്. എന്ത് തന്നെയാണെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിയട്ടെ. ആ തെളിവില്ലാതെ നമുക്കും അയാളെ കുറ്റവാളി എന്ന് പറയാൻ പറ്റില്ല. അതിജീവിത വന്ന് പറഞ്ഞാലും അതിജീവിതയുടെ കൂട്ടുകാർ വന്ന് പറഞ്ഞാലും കുറേ കവലകളിൽ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞാലും അതിലെന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തെളിവുകൾ വേണം. കോടതിക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന അല്ല അതിനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു തെളിവുകളില്ലാത്ത പക്ഷം ദിലീപ് കുറ്റവാളിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും. അപ്പോൾ ഈ സിനിമ വരുന്നതിന് മുൻപ് കമന്റ് ബോക്സ് നിറയെ ഈ ഒരു കമന്റുകളായിരുന്നു. ദിലീപിന്റെ സിനിമകൾ ഇനി മുതൽ ഞാൻ കാണില്ല, തിയേറ്ററിൽ ഈ സിനിമ കാണില്ല. സിനിമയ്ക്കെതിരെ വലിയൊരു നെഗറ്റീവ് ക്യാമ്പയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ദിലീപിന്റെ സിനിമാ ലോകം അല്ലെ സിനിമ കരിയർ അത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി മുതൽ ദിലീപ് എന്ന് പറയുന്നൊരു നടനില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ആ ഒരു വിചാരങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ദിലീപിന്റെയും നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ തിരിച്ചുവരവ്, ഒരു കം ബാക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ മമ്മൂക്ക 8 മാസങ്ങൾക്ക് ശേഷം വിശ്രമവേളയിൽ നിന്ന് മാറി സിനിമയിലേക്ക് വന്നൊരു വലിയൊരു കം ബാക്ക് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ. ഈ ദിലീപിൻ്റെ ഒരു വലിയ കം ബാക്ക്. അടിച്ചമർത്തപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നും അല്ലെ കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തി നാട് കടത്താനായിട്ട് ശ്രമിച്ച ആളുകൾക്കിടയിൽ നിന്നും അവരുടെ എല്ലാവരുടെയും അന്നനാളം നിറയ്ക്കുന്ന ഒരു മറുപടിയുമായിട്ടാണ് ദിലീപ് വന്നിരിക്കുന്നത്. തെറ്റ് പറയാനില്ല. കാരണം ദിലീപ് ഇത്രയും നാളും കാത്തിരുന്ന ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കല എന്ന് പറയുന്നൊരു സാധനം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടമായി പോവുകയാണോ എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ഭ്രാന്ത് ഉണ്ടാവും. ആ ഭ്രാന്ത് അത് ഒരു പരിധി വരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭ്രാന്തമായിട്ട് മാനസികാവസ്ഥ തന്നെ തകരുന്ന നിലയിലേക്കൊക്കെ പോവാം. അങ്ങനെ ആക്റ്റീവായിട്ട് സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ദിലീപിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അലിഗേഷൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ദിലീപിനെ ജയിലിലിട്ടു, 85 ദിവസത്തോളം ജയിലിലിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ശേഷം ഏകദേശം 8 വർഷത്തോളം മാധ്യമ വിചാരണ മാത്രം നടന്നൊരു കേസായിട്ട് ദിലീപിന്റെ കേസ് മാറുകയും കോടതിയിൽ വിചാരണ വന്നപ്പോൾ ദിലീപിനെ വെറുതെ വിടുകയാണ് ചെയ്തത്. നിരപരാധിയാണെന്നുള്ള രീതിയിൽ ദിലീപിനെ നിരുപാധികം വിട്ടയക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ദിലീപ് കുറ്റവിമുക്തനായി. വില്ലനായിട്ട് എല്ലാവരും കണ്ട ആളുകൾ ദിലീപിനെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനായിട്ട് കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ആ ദിലീപിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് ഈ സിനിമ കാണാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നതിന് മുൻപ് അല്ലെ ആ റിവ്യൂ കാണുന്നതിന് മുൻപ് നമുക്ക് ഈ ഒരു ദിലീപിന്റെ സിനിമയ്ക്കെതിരെ ഒരുപാട് ആളുകൾ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴും ഒരുപാട് ആളുകൾ പ്രതികരിച്ചു വന്നപ്പോഴും ആ ദിലീപിന്റെ സിനിമകൾ കാണുന്നതിനോടുള്ള വിമുഖത സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് ദിലീപിന്റെ സിനിമകൾ ഇനി കാണുമോ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും പല രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദിലീപിന്റെ സിനിമകൾ ഇനി ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞിട്ട് ലൈവിലും പിന്നെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതായത് ദിലീപിന്റെ സിനിമ ഓടുന്ന ബസ്സിൽ KSRTC ബസ്സിൽ ഇട്ടപ്പോൾ ഒരു വീട്ടമ്മ വലിയ രീതിയിലുള്ള പ്രഹസനമൊക്കെ കാണിച്ചു. എൻ്റെ മകന് 7 വയസ്സുള്ള അല്ലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പറഞ്ഞു, അമ്മ ഈ വഷളൻ്റെ സിനിമയാണോ TV-യിൽ ഇട്ടിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ആ TV-യിൽ അങ്ങ് നിർത്തിച്ചു എന്ന്. അങ്ങനെ ഒരു മെഴുകലൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയെന്ന് അറിയില്ല. കുറച്ച് പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട്, പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോൻ്റെ പേരും പിടിച്ചുകൊണ്ട് വന്നിരുന്ന് കാണിക്കുന്ന വൃത്തികെട്ട പരിപാടി. അപ്പോൾ ആ രീതിയിലൊക്കെ ദിലീപിനെ വെറുത്ത് ദിലീപിനെ നശിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടുള്ള ഫെമിനാസി ചിന്തകളുള്ള അങ്ങനത്തെ മനോഗതിയുള്ള ആളുകൾക്ക് ഏറ്റ വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ദിലീപിൻ്റെ സിനിമയെ പറ്റി ഒരു ചലച്ചിത്ര താരം പറയുന്നൊരു വീഡിയോ ഉണ്ട്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാൻ ശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം.
നമസ്കാരം. ഹലോ, നമസ്കാരം. എടാ, നാളെ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ബബ്ബ റിലീസാണ് ദിലീപേട്ടൻ്റെ. ആ ആവേശം താങ്കൾക്കുണ്ടോ? ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? ലൈക്ക് അത് കാണണോ കാണാതിരിക്കുന്ന അതിന്റെ ആ ഒരു ക്വസ്റ്റിന്റെ ആവശ്യം പോലും ഇവിടെ ഇല്ല. ബിക്കോസ് ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ നമുക്ക് നല്ലോണം അറിയാം. സിനിമയെ ഒരു കലയായിട്ട് കണ്ടാൽ പോരാ, അല്ലാതെ അതിനെ ബോയ്ക്കോട്ട് ചെയ്യുക. ഇറ്റ്സ് നോട്ട് നീഡഡ് ആക്ച്വലി. ദിലീപ് എന്ന് പറയുമ്പോൾ ഹിൽ ഓൾവേസ് ബി ദറ്റ് ജനപ്രിയൻ ആക്ടർ. കാരണം ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നാൽ പോലും ഉച്ചയ്ക്ക് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സിനിമ വരുവാണ്, അറ്റ്ലീസ്റ്റ് ഒരു പാണ്ടിപ്പട അല്ലെങ്കിൽ CID മൂസ, നമ്മൾ ആ ചാനൽ മാറ്റും, റിമോട്ട് നമ്മൾ എടുക്കുമോ. അതുകൊണ്ട് തന്നെ ലൈക്ക് ഒരു സിനിമ അതൊരു കലയായിട്ട് കാണുക. നമ്മൾ ദിലീപ് എന്ന ഒരു ആക്ടറിനെ നമ്മൾ നോക്കിയാൽ മതി. അയാളുടെ പേഴ്സണാലിറ്റി എന്തോ ആയിക്കോട്ടെ, വി ഡോണ്ട് നീഡ് ടു ജഡ്ജ്. ലൈക്ക് നമ്മൾ എന്തിനാ വേറൊരാളെ ജഡ്ജ് ചെയ്യുന്നത്? അത് അയാളുടെ ലൈഫല്ലേ. സിനിമയായിട്ട് കാണാം, അത്രേ പറയാനുള്ളൂ. ഇത്രയും തന്നോടുള്ള ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു സ്ത്രീയെ ഈ IFFK വേദിയിൽ ആദ്യമാണ് കാണുന്നത്. വേദിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു വേദിയിൽ വെച്ച് തന്നെ ആ ഒരു മറുപടി ആ പെൺകുട്ടിയും പറയുന്നുണ്ട്. വളരെ വ്യക്തതയുള്ള പക്വതയോടുകൂടിയുള്ള ഒരു മറുപടി. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അവർ പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരെന്തും ആയിക്കോട്ടെ, എന്നാൽ അവരുടെ കലാജീവിതത്തിൽ അവരെന്താണെന്നുള്ളത് നമ്മൾ നോക്കിയാൽ പോരെ. അവരുടെ ഒരു സിനിമ, അതായത് ദിലീപിൻ്റെ ഒരു സിനിമ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഉച്ചയ്ക്കത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാണ്ടിപ്പട പോലെയുള്ള, പറക്കന്തളിക പോലെയുള്ള, CID മൂസ പോലെയുള്ള അങ്ങനെയുള്ള കുറേ അധികം സിനിമകൾ, റൺവേ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റുമോ, റിമോട്ട് നമ്മൾ തൊടുമോ എന്നാണ് ആ ചേച്ചി ചോദിക്കുന്നത്. സത്യം അത് തന്നെയാണ്. ഞാനും എപ്പോഴും സിനിമകളൊക്കെ കാണുമ്പോൾ ദിലീപ് ഓൾഡ് കോമഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജഗദീഷ് ശ്രീകുമാറിൻ്റെ കോമഡിയൊക്കെയാണ് ഞാൻ മിക്കപ്പോഴും കാണാറുള്ളത്. കാരണം ഇതൊക്കെ നമുക്ക് വീണ്ടും റിപ്പീറ്റ്ലി കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ്. ആ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു മനസ്സിൻ്റെ കുളിർമയാണ്. കാരണം പഴയ സാഹചര്യങ്ങളും പഴയ കാലഘട്ടങ്ങളും ഒക്കെയാണ് ദിലീപിൻ്റെ സിനിമകളിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ദിലീപിന് അന്നേ കിട്ടിയൊരു പേരാണ് ജനപ്രിയൻ എന്നുള്ളത്. അതപ്പോൾ ഇന്ന് ഈ വിഷയങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ ആ ജനപ്രിയൻ എന്നുള്ളൊരു പേര് മാറി ജനം വെറുക്കപ്പെട്ടവൻ എന്നുള്ള പേരാവുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തീവ്ര ഫെമിനാസിത്തരം മനസ്സിലുള്ളവർക്ക് അങ്ങനെ ചിന്താഗതി ഉണ്ടാവും. ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ദിലീപിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയുന്നുണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ചാനൽ കാണില്ല എന്ന്. ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദിലീപിനെതിരെ കുറ്റം വരുന്ന സമയത്ത് നമ്മൾ ദിലീപിനെ കുറ്റവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിലീപിനെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവുകളില്ല എന്ന് കോടതി പറഞ്ഞിരിക്കെ നമുക്ക് ദിലീപിനെ കുറ്റപ്പെടുത്തേണ്ട അവകാശവുമില്ല. അയാളുടെ പേഴ്സണൽ ലൈഫ്, അയാളുടെ റിയൽ ലൈഫും ഒക്കെയാണ്. അതിനിടയിലേക്ക് കയറി നമുക്ക് അയാളുടെ സ്വകാര്യതയിലേക്ക് കയറി ചെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ദിലീപിനെതിരെ നാളെ ഒരു കുറ്റം വരുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വാക്കുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ തെറി തന്നെ പറയും. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിന് നമ്മുടെ അജണ്ട അതാണല്ലോ, തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ ശിക്ഷിക്കുക, അല്ലെ പറയുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ദിലീപിനെതിരെ ഒരു കേസ് അല്ലെ കോടതിയിൽ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളും ദിലീപ് നിരപരാധിയാണെന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദിലീപിൻ്റെ ഈ ഒരു സിനിമയ്ക്കെതിരെ ഞങ്ങൾ ഈ സിനിമ കാണില്ല, ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞ 100ഓളം സ്ത്രീകളുണ്ട്. ഈ 100ഓളം സ്ത്രീകളല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്, അല്ലെങ്കിൽ അവർ മാത്രമല്ല ഉള്ളതെന്നൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ 100 പേര് കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ പൈസ ഇരിക്കും. ഇപ്പോൾ 200 രൂപയാണ് ടിക്കറ്റ് ചാർജെങ്കിൽ 200 നിങ്ങളുടെ കയ്യിൽ ഇരിക്കും. നിങ്ങൾക്ക് വല്ല പച്ചക്കറി മേടിക്കാം, ഒരു കിറ്റൊക്കെ മേടിക്കാം. അതേസമയം ഈ 200 രൂപ കൊടുത്ത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആ ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ ഒരു തിരിച്ചുവരവ് അവിടെ കാണാൻ പറ്റും. നമുക്കിടെ നാട്ടുരാജാവ്, നരസിംഹം പോലെയുള്ള സിനിമകളിലുള്ള മോഹൻലാലിനെയാണ് ഈ ഒരു സിനിമയിൽ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? മോഹൻലാലിൻ്റെ ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ആ രീതിയിലുള്ളൊരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചുവരവാണ് മോഹൻലാലിന് ഈ പറയുന്ന സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും ഒരു ക്യാമിയോ റോളിലാണ് മോഹൻലാൽ വരുന്നത്. ചേട്ടൻ അനിയനെ പോലെ നിന്നുകൊണ്ട് രണ്ടുപേരും അടിച്ച് തകർത്താടുന്ന ഒരു കാര്യമാണ് ആ സിനിമയിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ കണ്ടില്ല, എനിക്ക് സിനിമ കാണണം. പക്ഷേ റിവ്യൂകളൊക്കെ കാണുമ്പോൾ ആ സിനിമ എങ്ങനെ ഉണ്ടായിരിക്കും, അല്ലെ ആ സിനിമയിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാനേ സാധിക്കുന്നുണ്ട്. കാരണം മോഹൻലാലിൻ്റെ കംഫർട്ട് സോണിൽ മോഹൻലാൽ നിന്നുകൊണ്ട് അഭിനയിക്കുന്നു, ദിലീപിൻ്റെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ദിലീപ് അഭിനയിക്കുന്നു. അവർക്കെതിരെ കളിക്കുന്ന ആളുകൾ ഒരു സൈഡിലേക്ക് ഒതുങ്ങിക്കൂടി മാത്രമായിട്ട് പോകുന്നു. അല്ലാതെ അവരുടെ വാക്കുകൾക്കൊന്നും ഇവിടുത്തെ ഒരു ജനങ്ങളും വില കൊടുക്കുന്നില്ല. അവരുടെ വാക്കുകൾക്ക് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. വെറുതെ അവർ കുറയ്ക്കാനുള്ളവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ദിലീപിൻ്റെ ആ ഒരു സിനിമ, ദിലീപിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ മൂലം ആ സിനിമ അങ്ങ് തകർത്ത് കളയാമെന്ന് വിചാരിച്ചുള്ള ഫെമിനച്ചികൾ, അല്ലെ ഫെമിനാസി ചിന്തകളുള്ള സ്ത്രീ ഇനത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ, നിങ്ങളുടെ ചിന്താഗതി അപ്പാടെ തെറ്റി. നിങ്ങളുടെ ആ ഒരു മനോഗതി അതിപ്പോൾ എന്താണെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തന്നെ തകർത്തെറിയാൻ ശ്രമിച്ച ആളുകളുടെ മുൻപിലേക്ക് അവർ നിർമ്മിച്ചൊരു വലയം അത് ഭേദിച്ചുകൊണ്ട് കടന്നു വരുന്നൊരു ദിലീപിനെയാണ് ഇവിടെ കാണുന്നത്. ഇനി മുതൽ ദിലീപിൻ്റെ ഒരു വിളയാട്ടം, അല്ലെങ്കിൽ ദിലീപിൻ്റെ ഒരു അഴിഞ്ഞാട്ടം, അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെയും ഒരു അഴിഞ്ഞാട്ടമായിരിക്കും നമ്മളിവിടെ കാണാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ കാര്യങ്ങളുമായിട്ട് കാണുന്നത് വരെ കാത്തിരിക്കുക.